welcome to my yet another vlog. So എനിക്കറിയാം കുറേ നാളായി നമ്മൾ ഇതുപോലൊരു ലെങ്തി വ്ളോഗ് ചെയ്തിട്ട്. കാരണം നമ്മുടെ എക്സാംസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇറ്റ് വാസ് എ ബ്രേക്ക്. ദെൻ അതിന് ശേഷം ഐ ഹാഡ് ടു കണ്ടിന്യൂ വിത്ത് മൈ ഇൻറ്റേൺഷിപ്സ്. സോ ആകപ്പാടെ മൊത്തം ഒരു പെട്ടെന്നൊരു ബിസി ഷെഡ്യൂൾ ആയി പോയപ്പോഴത്തേക്കിന് ഐ വാസ് നോട്ട് ഏബിൾ ടു ഫോക്കസ് ദാറ്റ് മച്ച് ഇൻ ദിസ് യൂട്യൂബ് ചാനൽ. എന്നാലും നൗ ഐ റിയലി തിങ്ക് ടു റീസ്റ്റാർട്ട് ഇറ്റ് അഗെയിൻ. വൈ? ബിക്കോസ് ഇപ്പം നമ്മുടെ യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് യൂണിവേഴ്സിറ്റി ആൻഡ് ദ കോഴ്സസ് വിൽ ബി സ്റ്റാർട്ടിങ് സൂൺ. സോ ആ ഒരു പോസിബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു സമയത്ത് മേ ബി ദിസ് ഇൻഫോർമേറ്റീവ് വീഡിയോ വിച്ച് ഐ പുട്ട് ഇൻ ദ യൂട്യൂബ് may be helpful for the students those who are aspiring to come abroad. Pinne one of the most important thing, as you all guys know, even though I'm in Europe, my heart is there back in India. And I want to tell you that Punjab നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഇപ്പോൾ ഭയങ്കര ഹ്യൂജ് ഫ്ലഡും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ഡിസ്ട്രക്റ്റഡ് ആണ് അവിടുത്തെ ഒരു ജിയോളജി. സോ ഐ റിയലി വാണ്ട് ഓൾ മൈ സബ്സ്ക്രൈബേഴ്സ്, ഈ വീഡിയോ കാണുന്ന എല്ലാവരും ജസ്റ്റ് ലൈക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഐ ഡോണ്ട് നോ വാട്ട്, ബട്ട് ഈവൻ അവിടുത്തെ ഫാമിലീസിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. പ്രേ ഫോർ ദം, ഫോർ ദ വെൽനെസ് ഓഫ് പഞ്ചാബ്. കാരണം ദേ ആർ ഇൻ ലൈക്ക് അവിടുത്തെ നിങ്ങൾ ന്യൂസിൽ ഫോളോ ചെയ്യുവായിരുന്നെങ്കിൽ ഇപ്പോൾ അവിടുത്തെ കണ്ടീഷൻ കുറച്ച് മോശമായിരുന്നു. ഗൈസ്, ഐ യൂഷ്വലി ഹാവ് എ കോഫി വൈൽ ഗോയിങ് ടു മൈ ഓഫീസ്. പക്ഷേ ഇന്ന് ഇഫ് ഐ ഗോ ടു ഡ്രിങ്ക് കോഫി ആൻഡ് ഓൾ ടൈം വിൽ ഗോ. കാരണം ഇപ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി കുറച്ച് ലേറ്റാണ്. സോ വി ഷുഡ് നോട്ട് ബി ലേറ്റ്. എന്നിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ബാങ്കിലും കൂടെ പോകണം. സോ അത് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് ഓഫീസിൽ പോകാൻ പറ്റത്തുള്ളൂ. സോ വിൽ പ്ലാൻ അക്കോർഡിംഗ് ആൻഡ് വിൽ ഗോ. നമ്മുടെ ഒരു ലക്കിന് ബസ് വന്നു ആൻഡ് വി ആർ ഓൺ ദ വേ ടു അവർ ബസ് സ്റ്റോപ്പ്. നമുക്ക് പൊതുവേ ഇങ്ങനത്തെ രണ്ട് ബസ് എടുക്കേണ്ട കാര്യമില്ല. ഇതിപ്പോൾ അവിടെ നിന്ന് ഇവിടം വരെ നമ്മുടെ തൊട്ടടുത്താണ്. ഇനി ഇവിടുന്ന് നമുക്ക് തിരിച്ച് നമ്മുടെ ഹോസ്പിറ്റൽ വരെ വേറൊരു ബസ്സുണ്ട്. പക്ഷേ യൂഷ്വലി ഞാൻ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മുടെ താമസിക്കുന്ന അവിടുന്ന് തന്നെ ദർ ഇസ് എ ഡയറക്റ്റ് ബസ് ടുവേർഡ്സ് ഹോസ്പിറ്റൽ. പക്ഷേ ഇന്ന് വി ഹാവ് ടു ഗോ ടു ദ ബാങ്ക്. ദാറ്റ്സ് വൈ നമ്മളിവിടെ വന്നു. ഇല്ലെങ്കിൽ നമുക്ക് ഇത് വരേണ്ട ആവശ്യമില്ല. ഇപ്പം നമുക്കിവിടെ നടക്കുന്നത് സമ്മർ വെക്കേഷൻസാണ്. അപ്പം സ്റ്റുഡൻസ് ഇതിനെ രണ്ട് തരത്തിൽ യൂട്ടിലൈസ് ചെയ്യാം. ഒന്ന്, നമുക്ക് ഈ സമ്മർ വെക്കേഷൻസ് ഉള്ള 3 മാസം ചിലവർ നമ്മുടെ കോൺട്രാക്ട് ബേസിസിൽ വർക്ക് ചെയ്യാൻ പോകും. അപ്പം 3 മാസത്തേക്കിന് അവർക്ക് എന്തായാലും ഒരു ജോലിയാണെങ്കിൽ ജോലി കിട്ടും. പിന്നെ ഇപ്പം ഞാൻ ആം ഡൂയിങ് ഇൻറ്റേൺഷിപ്പ്. ഈ ഇൻറ്റേൺഷിപ്പ് ഇപ്പോൾ എല്ലാവരും ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുമ്പോൾ പെയ്ഡ് ഇൻറ്റേൺഷിപ്പ് എന്നായിരിക്കും നിങ്ങളൊക്കെ ചിന്തിക്കുന്നത്. പെയ്ഡ് ഇൻറ്റേൺഷിപ്പ് അല്ല എന്നാണ് ടു ദ ബെസ്റ്റ് ഓഫ് മൈ നോളജ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ തുടക്കത്തിൽ ദേ വുഡ് ഹാവ് ഇൻഫോംഡ് മീ. ബട്ട് അങ്ങനത്തെ ഒരു ഇൻഫർമേഷൻ എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. സോ ആസ് യു ക്യാൻ സീ ഐ റീച്ച് മൈ ഹോസ്പിറ്റൽ. ഈ പുറകെ കാണുന്നതാണ് ഹോസ്പിറ്റൽ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ലഞ്ച് ബ്രേക്കായി. ഇനി നമ്മൾ പോയി ഫുഡൊക്കെ കഴിക്കുക. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇതാണ് നമ്മുടെ ഫുഡ്. സോ നമുക്ക് ചിക്കൻ റൈസ് പോലത്തെ സംഭവം, പിന്നെ ഒരു കൈൻഡ് ഓഫ് സൂപ്പ് വിത്ത് വെജിറ്റബിൾസ് ആൻഡ് ഓൾ. സോ നമുക്ക്
ഇനി ഇതിന് ശേഷം ഞാൻ ഇവിടെ ബ്രേക്ക് ഏകദേശം നമുക്ക് 20 മിനിറ്റ്സ് എടുക്കാം. സോ ഇതിന് ശേഷം നമ്മൾ ബാക്ക് ടു വർക്ക്. ദെൻ അറൗണ്ട് നമ്മൾ ഇന്നൊരു 4:30 4:45 ഒക്കെ ആകുമ്പോഴത്തേക്കിന് തീരും. 20 minutes later. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വർക്ക് കഴിഞ്ഞു. ഫൈനലി ഗൈസ് നമ്മുടെ ബസ് വന്നിരിക്കുകയാണ്. ഇതല്ല, ഈ വരുന്നതിലാണ് നമ്മൾ പോകുന്നത്. ഇന്നത്തെ വ്ളോഗിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗത്തിലേക്ക് സ്വാഗതം. വെൽക്കം യു ഓൾ. കാരണം അഡ്മിഷൻ്റെ സമയങ്ങളാണ്. സ്റ്റുഡൻസ് എല്ലാവരും ഓരോ തരത്തിൽ യൂണിവേഴ്സിറ്റീസിൻ്റെ കാര്യങ്ങൾ, കോഴ്സിൻ്റെ കാര്യങ്ങൾ തിരക്കുന്നുണ്ട്. എനിക്കറിയില്ല ഇവിടെ ശബ്ദങ്ങൾ ക്ലിയർ ആയിട്ട് വരുന്നുണ്ട്, കാരണം അപ്പുറത്തൊരു കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെ ആണെങ്കിലും നമ്മുടെ പാട്ട് വെച്ചിട്ടുണ്ട്, മ്യൂസിക്. ഞാൻ വിചാരിച്ചു ഇവിടെ കുറച്ച് പീസ് ഓഫ് മൈൻഡ് ഉണ്ടായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിങ്ങനെ എടുക്കാനുള്ള കാരണം. അപ്പം എനിക്ക് വരുന്ന ഏറ്റവും വലിയ അല്ലെങ്കിൽ മാക്സിമം ഡൗട്ട്സ് എന്ന് വെച്ചാൽ ഇവിടുത്തെ പാർട്ട് ടൈമിനെ പറ്റിയാണ്. നിങ്ങളെല്ലാവരും അറിയേണ്ട ഒരു കാര്യം, പാർട്ട് ടൈം അവൈലബിൾ ആണ്, പക്ഷേ ലാംഗ്വേജിൻ്റെ ഒരു വലിയ പ്രശ്നമുണ്ട്. കാരണം എല്ലാവരും വന്നിട്ട് വെയിറ്ററിൻ്റെ ഇത് നോക്കുമ്പോഴത്തേക്കിന് വെയിറ്ററിലുള്ള ഇഷ്യൂ എന്ന് വെച്ചാൽ നമുക്ക് ലാംഗ്വേജ് അറിയാതെ ഓർഡർ എടുക്കാനോ ഓർഡർ ബില്ല് ചെയ്യാനോ പറ്റില്ല. നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് രണ്ടടുത്ത് വന്നൊരു പൊസിഷനുണ്ട്. അതായത് ഈ വെയിറ്റർ ഓർഡർ എടുത്തിട്ട് പോയതിന് ശേഷം സാധനങ്ങൾ കൊണ്ടു കൊടുക്കുന്ന ഒരാളുണ്ട്. അപ്പോൾ ആ ഓപ്ഷനിലേക്ക് ചെയ്യാം. അതല്ലാതെ നിങ്ങൾക്ക് റിസപ്ഷനിസ്റ്റായിട്ട് ഇൻ്റർനാഷണൽ ഹോട്ടൽസിലേക്ക് ട്രൈ ചെയ്യാം. അവിടെ ഇംഗ്ലീഷ് അറിയാവുന്നവർ ഒരാൾ 2 പേര് കാണും. പിന്നെ അതല്ലാതെ മാക്സിമം ഇവിടെ ഉള്ള സ്റ്റുഡൻസ് ആണെങ്കിലും ആരാണെങ്കിലും പാർട്ട് ടൈം ചെയ്യുന്നത് ഡിഷ് വാഷിങ്ങും ക്ലീനിങ്ങും ഒക്കെയാണ്. അപ്പം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാനൊരു നമ്മുടെ ഹോട്ടലിൽ റിസപ്ഷനിസ്റ്റായിട്ട് പോയായിരുന്നു. അപ്പോൾ റിസപ്ഷനിസ്റ്റായിട്ട് പോയപ്പോൾ എന്ത് പറ്റി, എൻ്റെ സെക്കൻഡ് സെമസ്റ്ററിലായിരുന്നു ഞാൻ ഈ റിസപ്ഷനിസ്റ്റായിട്ട് പോയത്. അപ്പം ഫസ്റ്റ് സെമസ്റ്ററിൽ നല്ല മാർക്കുണ്ടായിരുന്നു. സെക്കൻഡ് സെമസ്റ്ററിൽ ഈ ജോലി പാർട്ട് ടൈമിൽ പോയപ്പോഴത്തേക്കിനും എന്ത് പറ്റി, എൻ്റെ സെക്കൻഡ് സെമ്മിൻ്റെ മാർക്ക് ലേശം കുറഞ്ഞു. അത് പ്രശ്നം പറ്റിപ്പോയത് എനിക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അവിടെ ഭയങ്കരമായിട്ട് ഹെക്ടിക് ഷെഡ്യൂൾ പോലെയായിരുന്നു. സോ ഞാൻ ആ പാർട്ട് ടൈം വിട്ടു. അങ്ങനെയാണ് സെക്കൻഡ് സെമസ്റ്റർ എൻ്റെ കഴിഞ്ഞു. സെക്കൻഡ് സെമസ്റ്റർ കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഓവറോൾ ഫസ്റ്റ് ഇയറിൽ 9.2 അബോവ് CGPA ഉണ്ട്. ഇപ്പോൾ അതുകൊണ്ട് സേഫ് സൈഡിലാണ് ഞാൻ നിൽക്കുന്നത്. സോ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എപ്പോഴും പാർട്ട് ടൈം നോക്കുന്ന കുഴപ്പമില്ല, പക്ഷേ നിങ്ങളുടെ പ്രൈം ആസ്പെക്റ്റ് ആ പഠിത്തത്തിൽ നിന്ന് മാറിപ്പോകാൻ പാടില്ല. കാരണം പോയാൽ നിങ്ങളുടെ അക്കാഡമിക്ക് മൊത്തം പോകും. ഇവിടുത്തെ കരിക്കുലം വെച്ചിട്ട് മിനിമം 7 CGPA എങ്ങാണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ പാസ്സോ ആകത്തുള്ളൂ നിങ്ങൾ. സോ അത് ചെക്ക് ചെയ്യുക. പിന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ ക്വയറി വരുന്നത് കോഴ്സിനെ പറ്റിയാണ്. ഞാൻ എടുത്തിരിക്കുന്ന MSc ഹെൽത്ത് കെയർ മാനേജ്മെൻ്റ് ആണ്. നല്ലൊരു കോഴ്സാണ്. അപ്പം ഏതൊരു കോഴ്സാണെങ്കിലും, അതിപ്പോൾ ബയോടെക് ആണെങ്കിലും മെഡിസിൻ ആണെങ്കിലും എൻജിനീയറിംഗ് ആണെങ്കിലും എന്താണെങ്കിലും, ഒരു കോഴ്സിന് അതിൻ്റേതായ ഒരു പോസിറ്റീവ് സൈഡും ഉണ്ട്, നെഗറ്റീവ് സൈഡും ഉണ്ട്. നിങ്ങൾ കൃത്യമായിട്ടത് പഠിക്കുക. നിങ്ങൾ ഏത് ഏജൻസിയിൽ നിന്നാണോ ഇൻടേക്ക് എടുത്ത് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്, ആ ഏജൻസിയോട് കൃത്യമായിട്ടത് ക്ലിയർ ചെയ്യുക. നിങ്ങൾ കോഴ്സ് എടുക്കാൻ പോകുന്നത് പ്ലേസ്മെൻറ്റ്സിനെ പറ്റി. കാരണം ഏജൻസി ത്രൂ ആയത്, ഇപ്പം ഞാനിവിടെ വന്നത് മാഗ്നറ്റ് സ്റ്റഡി അബ്രോഡിൽ നിന്നാണ്. അപ്പം ഇൻ കേസ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മാഗ്നറ്റ് സ്റ്റഡി അബ്രോഡിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നൊരു സ്റ്റുഡൻറ്റ്, അവരെ കോൺടാക്ട് ചെയ്തിട്ട് ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ, പ്ലേസ്മെൻറ്റ് എങ്ങനെ, കാര്യങ്ങളെങ്ങനെ. അവർ മാഗ്നറ്റ് സ്റ്റഡി ത്രൂ വന്ന ഒരു 13-14 സ്റ്റുഡൻസ് ഞങ്ങൾ ഇവിടെ എല്ലാവരും ഉണ്ട്. അപ്പോൾ നേഴ്സിംഗ് ഉള്ളവരുണ്ട്, ഇമേജിംഗ് ടെക്നീഷ്യൻ പഠിക്കുന്നവരുണ്ട് അതിനകത്ത്. സോ അവരെയൊക്കെ നിങ്ങളെ കോൺടാക്ട് ചെയ്യിപ്പിച്ച് തരും. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു കോൺടാക്ട്സ് ഉണ്ടാവും. ഞങ്ങൾക്ക് ഇവിടെ വന്നതിന് ശേഷം ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് നമ്മുടെ റിലേറ്റഡ് ടു നമ്മുടെ ഈ റെസിഡൻഷ്യൽ പെർമിറ്റ് വേണ്ടിയിട്ട് കുറച്ച് നമുക്ക്
എക്സ്പെൻസസ് കൂടുതൽ വന്നു ഞങ്ങളുടെ സ്റ്റുഡൻസിൻ്റെ ഭാഗത്തുനിന്ന്. ആ സമയത്ത് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒരു കാര്യം അറിയണം. അന്ന് ഞങ്ങളെല്ലാവരും പെട്ടുപോയ സമയത്ത് ഞങ്ങളുടെ ഏജൻസി, അതായത് പറഞ്ഞത് നമ്മുടെ മാഗ്നറ്റ് സ്റ്റഡി അബ്രോഡ് മാത്രമേ ഉള്ളായിരുന്നെന്ന് തോന്നുന്നു. അന്നത്തെ ഒറ്റ ഒരു ഏജൻസി, അവർ ഞങ്ങൾക്ക് പൈസ ഇവിടെ സെൻഡ് ചെയ്ത് തന്നു. ഞങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റി. നമ്മുടെ ആ സമയത്ത് നമ്മുടെ റെസിഡൻഷിപ്പും നമ്മുടെ ബാങ്ക് ബാലൻസും കാണിക്കാൻ വേണ്ടി. അതില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ ക്യാൻസലായി പോയേനെ വിസ. സോ അങ്ങനത്തെ ഒരു സമയത്ത് നമ്മളെ കൈവിടാതെ നമ്മളെ ഹെൽപ്പ് ചെയ്തൊരു ഏജൻസിയാണ്. സോ ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. സോ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങളുടെ ഏജൻസി കൃത്യമായിട്ട് ചിന്തിച്ച് എടുക്കുക. ഇതൊക്കെയാണ്. ഇതല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ഇവിടുത്തെ പറ്റി ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ഒന്ന് എൻ്റെ ഇൻസ്റ്റാ ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് മെൻഷൻ ചെയ്തേക്കാം. അതിനകത്ത് നിങ്ങൾ ചോദിച്ചാൽ മതി. ഐ വാസ് എ സ്റ്റുഡൻറ്റ്, വാസ് ആസ്പയറിംഗ് ടു കം അബ്രോഡ് ആൻഡ് ഐ വാസ് ലുക്കിംഗ് ഈച്ച് ആൻഡ് എവരി വീഡിയോ. ആ സമയത്ത് ഈവൻ ദോ കമൻറ്റ് ബോക്സിനകത്തൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്തിട്ടാലും ആ പേഴ്സണൽ ഒരു കോൺടാക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ 1-to-1 കോൺടാക്റ്റ് എന്നെ നിങ്ങൾക്ക് ഉറപ്പായിട്ട് സമീപിക്കാം. ഒരു പ്രശ്നമില്ല. ഇനി ഇഫ് യു ആർ എ സ്റ്റുഡൻറ്റ് ദോസ് ആർ പ്ലാനിങ് ടു കം അബ്രോഡ്, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഏജൻസി സപ്പോർട്ട് വേണോ, യു ക്യാൻ ആക്ച്വലി ഗോ ടു മാഗ്നറ്റ് സ്റ്റഡി അബ്രോഡ്. ഇത് ഞാൻ കൈൻഡ് ഓഫ് പെയ്ഡ് ബ്രാൻഡിങ് ഒന്നുമല്ല. ഇത് എൻ്റെ എക്സ്പീരിയൻസസിലൂടെ ഞാൻ പറയുന്നത് മാത്രമാണ്. ഞാൻ ഈ ഒരു സെഗ്മെൻറ്റിൽ ഞങ്ങളുടെ മാഗ്നറ്റ് സ്റ്റഡി അബ്രോഡിനെ പറ്റി ഞാൻ പറയുന്നത്. സോ സ്റ്റുഡൻസ് ഓൾസോ ആർ ഇൻട്രസ്റ്റഡ് to come abroad, to study abroad for different courses, you can directly contact with Magnet Study Abroad. ഞാൻ അവരുടെ ഒരു ഡിസ്ക്രിപ്ഷനും നമ്മുടെ നമ്പറും അവരുടെ ഇൻസ്റ്റ ഐ ഡിയും ഞാൻ എൻ്റെ ഈ കമൻറ്റ് ബോക്സിനകത്ത് ഇട്ടേക്കാം. സോ യു ക്യാൻ ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. സോ സ്റ്റേ ട്യൂൺഡ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ ഇൻസ്റ്റ അക്കൗണ്ട് ഫോളോ ചെയ്യുക. എന്നിട്ട് മോർ ദാൻ ഞാനെപ്പോഴും പറയുന്ന പോലെ love your parents, we learn together, we grow together. That's the ultimate motive.